കോതമംഗലം പ്രസിഡന്റ് JC അജു മാത്യു, JC എബ്രഹാം ബൈസൽ, JC ജീവൻ കുര്യാക്കോസ്, JFP ചേതൻ റോയ്, സോൺ ഡയറക്ടർ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ്, നമ്മുടെ പ്രിയപ്പെട്ട പ്രൊഫസർ KM കുര്യാക്കോസ്, നമ്മുടെ സീനിയർ ലീഡേഴ്സ് റോബിൻ തുടങ്ങി അഗസ്റ്റിൻ മാഴ്സു, ഞങ്ങൾ അതുപോലെ തന്നെ ജെയിംസ് ഏട്ടൻ, എല്ലാവർക്കും 2026 എല്ലാവിധ ആശംസകളും നന്മകളും നേരുന്നു. ഞാൻ ഇപ്പം പെട്ടെന്ന് എൻ്റെ അടുത്ത് പറയായിരുന്നു വെൽക്കം സ്പീച്ച് പറയണമെന്ന്. അപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്ന ഒരു ചിന്ത, ഇത്ര മനോഹരമായ JC ഗ്രിഡ് വേറെ ഒരു പ്രസ്ഥാനത്തുമില്ല. അല്ലെങ്കിൽ JC ഗ്രിഡ് JCയുടെയാണ്, പക്ഷെ വേറെ ഏത് പ്രസ്ഥാനം നോക്കിക്കഴിഞ്ഞാലും ലയൺസിൽ ചെന്നാലോ അല്ലെങ്കിൽ വൈസ്മനി ചെന്നാലോ അല്ലെങ്കിൽ റോട്ടറി ചെന്നാലോ ഏതിനേക്കാളും മഹത്തരമായിട്ടുള്ളതാണ് ഫെയ്ത്ത് ഇൻ ഗോഡ് ഗീവ്സ് മീനിങ് ആൻഡ് പർപ്പസ് ടു ഹ്യൂമൻ ലൈഫ്. ദൈവത്തിലുള്ള വിശ്വാസമാണ് മുന്നോട്ട് നയിക്കുന്ന ഹ്യൂമൻ ലൈഫിനെ. ബ്രദർഹുഡ് ഓഫ് മാൻ ട്രാൻസെൻഡ് ദ സോവറിറ്റി ഓഫ് നേഷൻസ്. സാഹോദര്യം, റിലേഷൻഷിപ്പ്, അതാണ് JC നടത്തുന്നത്. ദ എക്കണോമിക് ജസ്റ്റിസ് ക്യാൻ ബെസ്റ്റ് ബി വൺ ബൈ ഫ്രീ മെൻ ത്രൂ ഫ്രീ എന്റർപ്രൈസസ്. അതായത് വ്യവസായത്തിൽ കൂടെ മാത്രമേ ഒരു മനുഷ്യൻ ഉയരങ്ങളിലേക്ക് എത്താൻ പറ്റുള്ളൂ. എക്കണോമിക് ജസ്റ്റിസ്, പെർ ക്യാപിറ്റ ഇൻകം, പ്രതിശീർഷ വരുമാനം, GDP, അതിനെപ്പറ്റി വലിയ ക്ലാസ് എടുക്കാം, പക്ഷെ ഇപ്പൊ ഞാൻ എടുക്കുന്നില്ല. എക്കണോമിക് ജസ്റ്റിസ്, സ്ത്രീ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീ സാമ്പത്തിക സുരക്ഷിതത്വം. ഇന്നത്തെ മനോരമയ്ക്കകത്ത് കിടപ്പുണ്ട്, എഡിറ്റോറിയൽ തന്നെ പറയുന്നുണ്ട്. അപ്പൊ ഇപ്പം ഭയങ്കരമായ മാറ്റത്തിന്റെ കാലഘട്ടത്തിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുക. അപ്പം സാമ്പത്തിക സുരക്ഷിതത്വം, എക്കണോമിക് ജസ്റ്റിസ് ക്യാൻ ബി ബെസ്റ്റ് വോൺ ബൈ ഫ്രീ മെൻ ത്രൂ ഫ്രീ എന്റർപ്രൈസ്. ഫ്രീ എന്റർപ്രൈസിൽ കൂടെ മാത്രമേ നമുക്ക് സാമ്പത്തിക സുരക്ഷിതത്വം അല്ലെങ്കിൽ ഈ കേരളത്തെ, ഇന്ത്യയെ വേൾഡ് ഹാപ്പിനെസ്സിൽ ഏറ്റവും ഉയർന്ന തലത്തിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. ഗവൺമെന്റ് ഷുഡ് ഹാവ് ലോസ് റാദർ ദാൻ ഓഫ് മാൻ. ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ നിയമങ്ങൾ കൈകാര്യം ചെയ്യുക. അത് ഞാൻ ക്രിട്ടിക്കിലേക്ക് വരുന്നില്ല, എന്നിരുന്നാൽ തന്നെ ഗവൺമെന്റ് ഷുഡ് ഹാവ് ലോസ് റാദർ ദാൻ ഓഫ് മാൻ. ഗ്രേറ്റ് ട്രഷർ ലൈസ് ഇൻ ഹ്യൂമൻ പേഴ്സണാലിറ്റി. ഗ്രേറ്റ് ട്രഷർ ലൈസ് ഇൻ ഹ്യൂമൻ പേഴ്സണാലിറ്റി. മനുഷ്യനാണ് ഈ ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും വില കൂടിയ വസ്തു. മനുഷ്യ മനസ്സിൽ നിന്ന് വരുന്ന ആശയങ്ങൾ ഇന്ന് ഖനനം ചെയ്തിട്ടുള്ള സ്വർണ്ണ കരിയേക്കാൾ ഏറ്റവും വിലയേറിയത്. അങ്ങനെയാണെങ്കിൽ നാം ഓരോരുത്തരും ഇത് മതിയോ? ഇത് വലിയ ചോദ്യമാണ്. സർവീസ് ടു ഹ്യൂമാനിറ്റി ഈസ് ദ ബെസ്റ്റ് വർക്ക് ഓഫ് ലൈഫ്. അതായത് നമ്മൾ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും മറ്റുള്ള താഴേക്കിടെയുള്ള ആൾക്കാർക്ക് വേണ്ടി വേണ്ടുന്ന രീതിയിലുള്ള സർവീസ് ചെയ്യുക എന്നുള്ളതാണ്. സർവീസ് ടു ഹ്യൂമാനിറ്റി ഈസ് ദ ബെസ്റ്റ് വർക്ക് ഓഫ് ലൈഫ്. ഇത്ര മനോഹരമായ ആശയങ്ങൾ ചെയ്തിട്ടുള്ള, ഇത്ര മനോഹരമായ ആശയങ്ങൾ ആരുടെ മനസ്സിലൊന്നും എനിക്കറിയില്ല. എവരിത്തിങ്, ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളും ചേർന്നിട്ടുള്ള മനോഹരമായ JC ഗ്രിഡ്. ഞാൻ ഈ മീറ്റിംഗിലേക്ക് പ്രസിഡന്റ് അജു മാത്യുവിനെ സ്വാഗതം ചെയ്യുന്നു. യു ക്യാൻ സീ പീപ്പിൾ ചേഞ്ചിങ് ഇൻ ഫ്രണ്ട് ഓഫ് യു. നിങ്ങൾക്ക് കാണാം നിങ്ങളുടെ മുന്നില് ആളുകൾ മാറുന്നത്. അതാണ് അജു. ഇവിടെ പ്രസിഡന്റ് ആയി വന്ന സമയം, അത് കഴിഞ്ഞിട്ട് 1 വർഷം അജു സിബി രണ്ടുപേരും കൂടെ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. അതിന് എനിക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾ മാത്രം, ഞാൻ പറഞ്ഞത് സ്ത്രീ ശാക്തീകരണം എന്ന് പറഞ്ഞല്ലോ, സ്ത്രീകൾ മാത്രമായിട്ട് ഇവിടെ തൊട്ടടുത്ത് ഒരു നൈറ്റ്, ഭർത്താക്കന്മാരെ എല്ലാം വിട്ടിട്ട് സ്ത്രീകൾ മാത്രമായിട്ട് ഒരു നൈറ്റ് പോയി അടിച്ചു പൊളിച്ചു വന്നു എന്ന് പറഞ്ഞ് എനിക്ക് തോന്നുന്നു JC പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ താങ്ക്സ് ടു JC പ്രസിഡന്റ് ആൻഡ് നമ്മുടെ വിമൺ ലീഡർ ആൾസോ. എബ്രഹാം ബൈസൽ, നമ്മുടെ കോതമംഗലത്തിന്റെ എന്താ പറയുന്നത്, കൊറ്റാഞ്ചൽ ബേസിലിന്റെ മകൻ, ബിൽഡറാണ്. കോതമംഗലത്തിന്റെ വിളക്കി വരുന്ന ഒരു താരമാണ്, ഉയരങ്ങളിലേക്ക് വരുന്ന ഒരു വലിയ താരമാണ്. ബേസിലും ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്തു. അതുപോലെ തന്നെ ജീവനെ ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് പരിചയപ്പെട്ടതാണ്. ജീവൻ ചെയർവേൾഡ്, ശരിയല്ലേ, ചെയർവേൾഡ്. അവിടെ ചെന്നപ്പോ ജീവൻ എന്നോട് ഡീൽ ചെയ്ത ആ ഒരു ഡീലിങ്സാണ് ഞാൻ ഓർക്കുന്നത്. ഒരു ബിസിനസ്സിൽ ആ ഒരു എന്താ പറയണ്ടേ, ഒരു മനുഷ്യത്വം അല്ലെങ്കിൽ എന്താ അതിനകത്ത് ആഡ് ചെയ്യേണ്ടതെന്ന് എനിക്ക് ഞാൻ പറയുന്നില്ല. അപ്പൊ അതില് എക്സലന്റ് ആണ് ചേതൻ. അതുപോലെ തന്നെ ട്രഷറായിട്ട്, അല്ല ചേതൻ, ജീവൻ ട്രഷറായിട്ടും വളരെ എക്സലന്റ് ആയിട്ട് കൊണ്ടുപോകുന്നുണ്ട്. കണക്കുകളെല്ലാം പെർഫെക്റ്റ് ആണ്. ജീവൻ ഇന്നലെ ഒക്കെ തന്നെ എന്നെ വീണ്ടും വിളിച്ചിരുന്നു. 3 പേരെ വിളിച്ചു. പ്രസിഡന്റ് വിളിച്ചു, നമ്മുടെ വുമൺ ലീഡർ വിളിച്ചു, അതുപോലെ തന്നെ ജീവനും എന്നെ വിളിച്ചിരുന്നു. അതിന് ഒത്തിരി സന്തോഷം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ചേതൻ റോയ്, യു ക്യാൻ വീണ്ടും അഗൈൻ
സ്വാഗതം ചെയ്യുന്നു. വീണ്ടും ചേതൻ റോയ്. ഇവിടെ എനിക്ക് തോന്നുന്നു കൊതമല JC-യിൽ നിന്ന് ജയിലിന് ശേഷം ഉന്നത സ്ഥാനങ്ങളിലേക്ക് പോയിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് തോന്നുന്നു. ഡോക്ടർ മനോജ് ആൻഡ് ഡോക്ടർ ജെയിൻ, രണ്ടുപേർക്ക് ശേഷം കോതമംഗലം JC-യിൽ നിന്ന് ഉന്നതങ്ങളിലേക്ക് പോയിട്ടുള്ളതാണ് ചേതൻ റോയ്, സോൺ ഡയറക്ടർ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ്. എനിക്ക് ചേതനോട് പറയാനുള്ള 35 വയസ്സേ ഉള്ളൂ. മൈൽസ് ടു ഗോ ബിഫോർ യു സ്ലീപ്. 5 വർഷം കൂടെ ഉണ്ട്. ഫാമിലി കുടുംബങ്ങളൊക്കെ ഇങ്ങനെ പുറകോട്ട് വരികയാണ്. അവർക്ക് ചേതനെ കിട്ടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. പക്ഷേ നമ്മുടെ കയ്യിലുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ അത് യൂസ് ചെയ്തിട്ട് ഞങ്ങൾക്ക് ഒരു സോൺ പ്രസിഡന്റിനെ ചേതനിൽ നിന്ന് കാണണം, കിട്ടിയേ പറ്റുള്ളൂ. ദാറ്റ് വിഷ് ഐ ഗിവ് യു. ചേതനെ ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്തു. അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട KM കുര്യാക്കോസ് 1984 ഞാൻ കോതമംഗലം വന്നു കഴിഞ്ഞപ്പോൾ അന്ന് അല്ലെങ്കിൽ 84-85 കാലഘട്ടങ്ങളിൽ തന്നെ കുര്യാക്കോസ് സാറിനെ പരിചയപ്പെട്ടതാണ്. ബാലിന്റെ മാത്യു സാറും KM കുര്യാക്കോസും. അത് കഴിഞ്ഞിട്ട് ചെറുവള്ളി വെച്ചിട്ടാണ്. ചെറുവള്ളിയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ KM കുര്യാക്കോസ് സാർ എൻ്റെ അടുത്ത് പറയാം, നീ ക്ലബിലേക്ക് വരുന്നുണ്ടോ? അങ്ങനെ ഞാൻ അന്ന് വൈസ്മല്ല ചേർത്തെ. അപ്പൊ അവിടം തൊട്ട് ഇവിടം വരെയുള്ള ഒരുമിച്ച് വാഴ്സും KM കുര്യാക്കോസുമായിട്ട് ഒരുമിച്ചുള്ള നമ്മുടെ മംഗലാപുര യാത്ര, നാറ്റ്കോ, പിന്നീടുള്ള ബാംഗ്ലൂർ യാത്ര, എല്ലാ നാറ്റ്കോണും അറ്റൻഡ് ചെയ്ത 2 വ്യക്തികളാണ് KM കുര്യാക്കോസ് സാറും അതുപോലെ മാഴ്സും എന്ന് പറയുമ്പോൾ ഒത്തിരി എന്താ പറയണ്ടേ, JC-യിൽ ഒരു വലിയ സ്ഥാനം വഹിക്കുന്ന വ്യക്തിയാണ് നമ്മുടെ പ്രിയപ്പെട്ട അഗസ്റ്റിൻ ചേട്ടൻ. ഈ 2 വ്യക്തികളെ നന്ദിയോടെ ഞാൻ മാഴ്സുവിന്റെ പേരിലാണ് JCI പ്രസ്ഥാനത്തിൽ ജോയിൻ ചെയ്യുന്നത്. KM കുര്യാക്കോസ് സാറിന്റെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ പുതിയ മെമ്പേഴ്സായിട്ട് വന്നിട്ടുള്ള എന്താ സുന്ദരന്മാർ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഇവിടെ നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത്, സുന്ദരന്മാരും സുന്ദരികളുമായ ഒരു പറ്റം ആളുകൾ എല്ലാവരും ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്, ഭയങ്കര ബ്യൂട്ടിയാണ്. അപ്പോ എല്ലാവരും നോക്കിക്കഴിഞ്ഞാൽ ഒരു JC എന്ന് പറഞ്ഞാൽ എലൈറ്റ് ക്ലാസ് ഓഫ് കോതമംഗലം അല്ല, നമ്മുടെ സാധാരണക്കാരൊന്നുമില്ല. ഇതിനകത്ത് വിജയികളായിട്ടുള്ള ഒരു പറ്റം ആളുകളാണ് കോതമംഗലം JC മെമ്പേഴ്സ്. പുതിയ മെമ്പേഴ്സിനോട് പറയാനുള്ളത്, JCI പ്രസ്ഥാനത്തിൽ വന്നു എന്നുള്ളത് നിങ്ങൾ ചെയ്ത ഒരു മുൻജന്മ സൂര്യമാണെന്ന് ഞാൻ പറയും. JC നിങ്ങളെ ട്രാൻസ്ഫർ ചെയ്യുന്ന പോലെ ഒരു പ്രസ്ഥാനവും ട്രാൻസ്ഫർ ചെയ്യുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ JCI എനിക്ക് എന്ത് തന്നു എന്നുള്ളത് കൂടുതലായിട്ട് JCIക്ക് ഞാൻ എന്ത് കൊടുത്തു എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഇപ്പൊ എന്റെ ജീവിതത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ സോൺ ട്രെയിനറായി, അത് കഴിഞ്ഞ് നളന്ദ പോയി, അത് കഴിഞ്ഞതിന് ശേഷം JCIയുടെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ട്രെയിനിങ് പ്രോഗ്രാം പോയി. അതുകൊണ്ടാണ് ഈ വേദിയിൽ ഞാൻ വന്നതെന്ന് സംസാരിക്കുന്നത്. ഇതാണ് JCI നിങ്ങൾക്ക് നൽകുന്ന ഏറ്റവും വലിയ നന്മ. സോ യൂസ് ദ ഓപ്പർച്യൂണിറ്റി. എല്ലാവരും നന്മകളും ഐശ്വര്യങ്ങളും ഒരിക്കൽ കൂടി നേരുന്നു.